ഹലോ, പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരു മാസം മുന്നേ റമ്മിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഇന്ന് പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്. 2 കിലോ വരുന്ന കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് 1/2 കപ്പ് ഷുഗർ കാരമലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഇട്ട് കൊടുക്കുക. അതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഇളക്കാൻ തുടങ്ങുക. നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് ചൂടുവെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ 1/2 കപ്പ് വീണ്ടും പകുതിയാക്കി വറ്റിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊസീജിയർ. ഈ ഷുഗർ കാരമലൈസ് ചെയ്തത് നല്ലോണം തണുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ബാറ്ററിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. പിന്നീട് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മുട്ടത്തൊണ്ട് എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാൻ എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. 2.5 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 2.5 കപ്പ് മൈദയിലേക്ക് 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/8 ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സ്പൈസസും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, ജാതിക്ക എന്നിവ പൊടിച്ചതാണ് ഈ സ്പൈസസ്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായി അരിക്കാം. എന്നിട്ട് നമുക്കൊന്ന് സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ സ്പാച്ചുല കൊണ്ടോ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ഇനി എടുക്കാൻ പോകുന്നത്. നമ്മൾ ഒരു മാസം മുന്നേ റമ്മിൽ സോക്ക് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. എല്ലാം നല്ലോണം സോക്കായിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ട് ഇത്. അപ്പോൾ നമുക്ക് ഈ കേക്കിൽ വേണ്ടത് 3.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. നമുക്ക് അത് ഒരു കപ്പ് അളന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് കാഷ്യൂ നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പൊടിച്ച നട്ട്സാണ്. അതും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിൻ്റെ ഏറ്റവും അടിയിൽ പോയി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മൈദയിൽ നിന്ന് തന്നെ 1/2 കപ്പ് മൈദ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കേക്കിൽ ഇടുന്നത്. ബാറ്റർ റെഡിയാക്കുമ്പോഴേക്കും ഇതിട്ട് കൊടുക്കുന്നത്. ഇനി ബട്ടർ മെൽറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം. നമ്മൾ 250 ഗ്രാം ബട്ടറാണ്, ഉപ്പില്ലാത്ത ബട്ടറാണ് എടുക്കുന്നത്. അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ കുറച്ചും കൂടി കളറ് കിട്ടും. വൈറ്റ് ഷുഗർ എടുക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ബട്ടറിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. കുറച്ചായിട്ടാണ് നമ്മൾ പഞ്ചസാര ആണെങ്കിലും മുട്ടയാണെങ്കിലും ഒക്കെ ബീറ്റ് ചെയ്യുമ്പോൾ ചേർക്കേണ്ടത്. അതുകൊണ്ട് പകുതിയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചസാര മുഴുവനും ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് മുട്ടയാണ്. ഓരോ മുട്ടയായിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. ഒരു 10 സെക്കൻഡ് വീതം ഓരോ മുട്ടയും ബീറ്റ് ചെയ്യുക. എല്ലാ മുട്ടയും ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പാല് പിരിഞ്ഞതുപോലത്തെ ഒരു ടെക്സ്ചറിലായിരിക്കും കിട്ടുന്നത്. അത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴേക്കും ആ ഒരു ടെക്സ്ചർ മാറി നല്ലൊരു ഇതിലേക്ക് വരും. പിന്നീട് മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടത് വാനില എസൻസ് ആണ്. ഞാനിവിടെ 1.5 ടീസ്പൂൺ വാനില എസൻസ് ആണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രഷ് ഓറഞ്ചിൻ്റെ തൊലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള കാരമൽ സോസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്.
ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. സ്പാച്ചുല കൊണ്ടോ സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 3.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതും ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഞാനിവിടെ 2 കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്, ഓരോ കിലോ വീതം ഉണ്ടാക്കാനായിട്ട്. ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത കേക്ക് ടിന്നാണിത്. നമുക്കതിനകത്തോട്ട് കുറച്ച് കുറച്ചായിട്ട് സ്പാച്ചുല കൊണ്ടിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിൻ്റെ പകുതി വരെ ബാറ്റർ വെച്ച് നിറച്ച് കൊടുക്കാം നമുക്ക്. അതിനുശേഷം അടുത്ത കേക്ക് ടിന്നിലും അതുപോലെ തന്നെ പകുതി വരെ ബാറ്റർ ഇട്ട് കൊടുക്കാം. ടോപ്പിലും നമുക്ക് കുറച്ച് നട്ട്സും ചെറീസും ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം 2 കേക്കിലും. നമ്മളിത് ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്, ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു 15 മിനിറ്റിന് മുന്നേ നമുക്ക് ആ ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. ഇതുപോലൊരു വലിയ പാത്രം വെച്ചിട്ട് ഇതുപോലെ റിങ് ഇറക്കി വെക്കുക. ഒരു ചെറിയ മുടിപാത്രം വെക്കുക. അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്ന് ഇതിനകത്തോട്ട് ഇറക്കി വെക്കുക. പ്ലം കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം എടുക്കും. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 1.25 മണിക്കൂർ കഴിയുമ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. കറക്റ്റ് ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് കറക്റ്റായിട്ട് കിട്ടിയത്. നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു, ഒന്നും ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നില്ല. പുറത്തെടുത്ത് വെച്ച് തണുത്തതിന് ശേഷം നമുക്ക് വൈൻ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ നല്ലതായിരിക്കും. കേക്ക് ഉണ്ടാക്കിയ അന്ന് തന്നെ കട്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 2-3 ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ 3 കേക്ക്. നടുക്കിരിക്കുന്നത് 750 ഗ്രാമിൻ്റെ ഒരു കേക്കും ബാക്കി 2 ഓരോ കിലോൻ്റെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും മെറി ക്രിസ്മസ്.